ഞങ്ങളിപ്പോൾ വന്നേക്കുന്ന ഒരു കാര്യം പറയാനാണ്. ഒരു സീരിയസ് ഇഷ്യൂ റിഗാർഡിംഗ് സ്റ്റോക്കർ. എന്റെ പൊന്നല്ലു, എന്താ കാര്യം വെച്ചാ പറ. ഇനി പറഞ്ഞിട്ട് എന്താ കാര്യം, പോവേണ്ടത് പോയില്ലേ. അപ്പോൾ ഒരു ആള് 2024 ഒരു നവംബർ തൊട്ടിട്ട് ഞങ്ങൾക്ക് മെസ്സേജും കാര്യങ്ങളൊക്കെ അയക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു ടൈമിൽ നമ്മളിങ്ങനെ ഇഗ്നോർ ചെയ്ത് വിട്ട് ആൾക്ക് കല്യാണം കഴിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് രണ്ടുപേരും ഒരുമിച്ച്. യെസ്, നമുക്ക് മുന്നേ ഇങ്ങനത്തെ കുറെ മെസ്സേജസ് വരില്ല, നിങ്ങളെ രണ്ടാളെ ഒരുമിച്ച് കല്യാണം കഴിക്കും. നമ്മളത് ഇഗ്നോർ ചെയ്യും. ബിക്കോസ് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ പലതും വരുമല്ലോ. ഏത് പട്ടിക്കും എന്ത് വേണമെങ്കിലും ആഗ്രഹിക്കാം, പക്ഷെ അതൊക്കെ നടക്കണമെന്ന് വാശി പിടിക്കുന്നത് അത്ര നല്ലതല്ല. അപ്പൊ അത് അങ്ങനെ ഇഗ്നോറൻറ്റ് മൈൻഡിൽ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ബിഗ് ബോസ് പോണതിന് തൊട്ട് മുന്നേ ഞങ്ങളൊരു കൊളാബ് ചെയ്തൊരു സ്ഥലത്ത് പോയിട്ട് ഞങ്ങളുടെ ഡീറ്റെയിൽസ് ഒക്കെ തിരക്കി ആയിരുന്നു ഇയാള്. ഒരു പ്രത്യേക സ്വഭാവ, മനുഷ്യന്മാരോട് മാത്രമല്ല മൃഗങ്ങളോടും ഇങ്ങനെ തന്നെയാണ്. അപ്പൊ ഇയാളുടെ പിക്ക് നമുക്ക് നേരത്തെ കിട്ടിയിട്ടുണ്ടായിരുന്നു, മെയില് DP-യും കാര്യങ്ങളും കണ്ടിട്ട്. അപ്പൊ അവിടെ ചെന്ന് നോക്കിയപ്പോൾ അവിടുത്തെ പുള്ളിക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ അന്വേഷിച്ച് വന്നിട്ടുണ്ടായിരുന്നു, അയാൾ പോകുന്നുണ്ടായിരുന്നില്ല, ഇങ്ങനെ നിൽക്കായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. അയക്കെന്തര പ്രാന്താണ്. അയ്യോ പൊന്നു മോനെ, പ്രാന്ത് എന്ന് പറഞ്ഞ ഈ സൂക്കേടിനെ കുറച്ച് കാണരുത്, ഇത് അതുക്കും മേലെ. അതിനുശേഷം നമ്മൾ ബിഗ് ബോസിനൊക്കെ വന്നതിന് ശേഷം ഞങ്ങളൊരു ഫാൻ മീറ്റപ്പിന് വന്നിരുന്നു പുള്ളി. പിന്നെ ഒരു ആളുടെ ലൈക്ക് നമ്മുടെ ക്ലോസ് ആയിട്ട് അറിയുന്ന ഒരു മനുഷ്യൻ്റെ വീട്ടിൽ പോയി ചോദിച്ചു നമ്മളുടെ ഡീറ്റെയിൽസ് അഡ്രസ്സും കാര്യങ്ങളും കിട്ടുമെന്ന്. വിവാഹപ്രായം കഴിഞ്ഞിട്ട് പെണ്ണ് കിട്ടാത്തതിന്റെ പ്രതിഷേധമാണോ ഇത്? ചികിത്സയല്ലാതെ ഇതിന് മറ്റൊരു പ്രതിവിധിയുമില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ അവിടെ പോയിട്ട് കുറച്ചു നേരം ഇങ്ങനെ, അതായത് അവരുടെ ഒരു പ്രൈവസി മാനിക്കാതെ അവിടെ പോയിട്ട് നിന്ന് ഞങ്ങളുടെ അഡ്രസ്സും ഞങ്ങളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും ചോദിച്ചുകൊണ്ടിരിക്കുക. കഷ്ടായി പോയി, വെടി വെച്ച് കൊല്ലണം അപ്പൊ അതിനെ. അപ്പോൾ അങ്ങനെ ഒരു ഇത് കണ്ടപ്പോൾ ഞങ്ങൾ വിചാരിച്ചു കേസ് കൊടുക്കാം എന്നുള്ളതിൽ. പിന്നെ ഞങ്ങൾക്ക് ഈ അടുത്ത് ഗവൺമെൻറ്റിൻ്റെ ഒരു പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ മന്ത്രിയുടെ ഇതിൽ നമ്മൾ ജസ്റ്റ് മെൻഷൻ ചെയ്തിട്ടിരുന്നു. അപ്പോൾ അത് കംപ്ലൈൻ്റ് ആയിട്ട് ഫോർവേഡ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കൊടുക്കാൻ നിൽക്കുന്ന ഒരു ടൈമിൽ ഇപ്പോൾ നമ്മളൊരു പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് റിസോർട്ടിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ പുള്ളി തേടി വന്ന് അവസാനം എന്താക്കി? എന്റെ കയ്യിൽ അവനെ കിട്ടിയേ ഞാൻ അവനെ അരിഞ്ഞ് മുളകിട്ട് അങ്ങനെ തിന്നിടോ. അപ്പോൾ നമ്മൾ ഡയറക്റ്റ് പോലീസിനെ അറിയിച്ച് അത് പോലീസ് നല്ല ഇതിൽ കൈകാര്യം ചെയ്യുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. അവനെ കൊണ്ടുവന്നിട്ടുണ്ട് സാർ. അവനെ വിളിക്കേ. ആളെടുത്തിട്ടുണ്ട്, സ്റ്റേഷനിലോട്ട് കൊണ്ടുപോയിട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ കംപ്ലൈന്റ് കൊടുത്തിട്ട് FIR ചെയ്തിട്ടുണ്ട്, FIR ഇട്ടിട്ടുണ്ട്.